ഗുരുതരമായിട്ടുള്ള അനാസ്ഥയാണ്. നമുക്ക് ഒറ്റനോട്ടത്തിൽ തന്നെ പറയാൻ കഴിയും. ഇങ്ങനൊരു ബിൽഡിങ് പൊളിക്കാൻ തീരുമാനിച്ചിട്ട് 2 വർഷം കഴിഞ്ഞു. ഇത് ഇവിടുന്ന് കംപ്ലീറ്റ്ലി ഡിമോളിഷ് ചെയ്യണമെന്നാണ് കൗൺസിലിൻ്റെ തീരുമാനം. പക്ഷെ അതിനുശേഷം ഇവിടെ വീണ്ടും സ്ഥാപനങ്ങൾ വരികയും അതിവിടെ നടക്കുകയും ഒപ്പം ഇതുപോലെ ഒരു സ്ഥലം ഓപ്പണായി കിടക്കുന്നൊരു സ്ഥലമാണ്. ഇവിടേക്ക് ആളുകൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നിരുന്ന ആളുകളാണ് ഇന്ന് മരണത്തിൽപ്പെട്ടിട്ടുള്ളത്. അപ്പം അത് യഥാർത്ഥത്തിൽ വളരെ സങ്കടപ്പെടുത്തുന്ന കാര്യമാണ്. ബിൽഡിംഗ് എങ്ങനെ ഇപ്പോഴും ഇതേപോലെ നിൽക്കുന്നു എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ കാര്യമായിട്ട് ഗൗരവമായിട്ട് പരിശോധിച്ച് എന്താണോ ഇനി അടുത്തത് ചെയ്യാൻ പറ്റുക അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യണം എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. എന്തായാലും 50 വർഷത്തിലേറെ പഴക്കമുണ്ട് ഈ ബിൽഡിങ്ങിനെന്ന് അറിയുന്നു. പഴയ പാസ്പോർട്ട് ഓഫീസാണ്. അപ്പം ഇത് എന്തായാലും ഫിറ്റ് അല്ല എന്നുള്ള കാര്യം ഇപ്പം തന്നെ ബോധ്യപ്പെട്ടു. കാരണം നമ്മൾ ഇങ്ങനെ നോക്കും പോലെയല്ല, അവിടുന്ന് പൊടുങ്ങനെ ആ മുമ്പിലുള്ള സീലിംഗ് ഭാഗങ്ങൾ പൊളിഞ്ഞ് വീണതാ താഴോട്ട്. അപ്പോൾ ഫിറ്റല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. അപ്പോൾ ഇനി ഇത് ഡിമോളിഷ് ചെയ്യുക എന്നുള്ളതായിരിക്കും അടുത്തതായിട്ട് ചെയ്യുക. അത് ഡിമോളിഷ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചതാണ്. ഇത് കംപ്ലീറ്റ്ലി ഇവിടുന്ന് പൊളിച്ച് നിൽക്കാൻ വേണ്ടി തീരുമാനിച്ചതാണ്. അതെന്തുകൊണ്ട് ഇപ്പോഴും നിലനിർത്തുന്നു എന്നുള്ളതാണ് ചോദ്യം. വീണ്ടും വീണ്ടും ഇവിടെ സ്ഥാപനങ്ങൾ എന്തുകൊണ്ട് വരുന്നു എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അത് പരിശോധിക്കപ്പെടട്ടെ. ഈ ഭരണസമിതിയല്ല, ഇതിന് മുമ്പുള്ള ഭരണസമിതി എടുത്ത തീരുമാനമാണ് ഇത് ഇവിടുന്ന് പൊളിച്ച് മാറ്റണം എന്നുള്ളത്. ഇത് ഈ ബിൽഡിങ്ങിൻ്റെ കാര്യം മാത്രമല്ല, ഇതുപോലെ മറ്റുള്ള ബിൽഡിങ്ങുകളും ഇങ്ങനെ പൊളിക്കാൻ തീരുമാനിച്ചിട്ട് പൊളിക്കാതെ നിൽക്കുന്നുണ്ട്. അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു ലോബിയുടെ പ്രവർത്തനമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വേറെ എന്തെങ്കിലും താല്പര്യമുണ്ടോ എന്നുള്ളത് പരിശോധിക്കപ്പെടണം. അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ കൃത്യമായിട്ട് സമരമുഖത്ത് ഈ ജനങ്ങളോടൊപ്പം ഇവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ് മരണപ്പെട്ടത്. രാവിലെ നോമ്പെടുത്ത് വന്ന് റെസ്റ്റ് ചെയ്യുന്ന ആളുകളാണ് മരണപ്പെട്ടത്. അത്തോളിയിലും അതുപോലെ കിണാശ്ശേരിയിലും ഉൾപ്പെടെയുള്ള ഇന്നിപ്പം 4ാമത്തെ ആളും മരിച്ചു എന്നുള്ള വാർത്ത വരുന്നു. അപ്പം വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് മരണപ്പെടുന്നത്. എന്തായാലും ഗുരുതരമായിട്ടുള്ള അനാസ്ഥയുണ്ടെങ്കിൽ പരിശോധിക്കുകയും അതിനനുസരിച്ചിട്ടുള്ള നടപടി ഉണ്ടാവണം. ഇല്ലെങ്കിൽ സമരരംഗത്തും. ഞാൻ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. ബീച്ച് ഹോസ്പിറ്റലിലായിരുന്നു 3 ആളുകളുടെയും മൃതശരീരം ഉണ്ടായിരുന്നത്. ഒരാളുടേത് ബീച്ച് ഹോസ്പിറ്റലിൽ നിന്ന് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ഏകദേശം അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരുക്കത്തിലാണ്. മറ്റുള്ള 2 പേരുടേതും കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് നടക്കുന്നത്. പിന്നെ ചികിത്സയിൽ ഒരാൾ പയ്യാനക്കൽ സ്വദേശിയായിട്ടുള്ള ഒരാൾ ബീച്ച് ഹോസ്പിറ്റലിലും മറ്റൊരാൾ മെഡിക്കൽ കോളേജിലുമാണുള്ളത്. മെഡിക്കൽ കോളേജിലുള്ള ആളുടെ അവസ്ഥ കുറച്ച് വളരെ ദയനീയമാണ്. ഇവരുടെ കുടുംബമൊക്കെ ആയിട്ട് ബന്ധപ്പെടുന്നുണ്ട്, അവരുമായിട്ട് സംസാരിക്കുന്നുണ്ട്, വേണ്ട നടപടികളൊക്കെ ഏറ്റവും ആദ്യഘട്ടത്തിൽ അവർക്ക് വേണ്ടി എന്താണോ ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്.